ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? നമുക്കറിയാം ഒരു ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ ഉപരിതല വിസ്തീർണം 4πr² ആണെന്ന് കാണാതെ പഠിക്കുക. അപ്പോൾ ആരം ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനേയും ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ആരം ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2r, 2 ഗുണം r അങ്ങനെ വരും. അപ്പോൾ ഉപരിതല വിസ്തീർണത്തിൽ 4πr² ആറിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 2r എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4π 2r². ഈ 2rൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 വരും, r² ഇങ്ങനെയും വരും. ഇനി 4ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 16πr². അപ്പോൾ നമുക്ക് വേണ്ടത് വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ്. അപ്പോൾ വിസ്തീർണം ആദ്യം എത്രയായിരുന്നു? 4πr². അത് എത്രയായി മാറി? 16πr² മാറി. അപ്പോൾ വർധനവ് എത്രയാണെന്നറിയാൻ ഇപ്പോൾ കിട്ടിയ 16πr² നിന്ന് ആദ്യം ഉണ്ടായിരുന്ന 4πr² എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12πr² എന്നാണ്. അപ്പോൾ വർധനവിൻ്റെ ശതമാനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 12πr² വർധനവെന്നുള്ളത് മുകളിൽ എഴുതുക. അതിൻ്റെ താഴെയായിട്ട് ആദ്യം ഉണ്ടായിരുന്ന വിസ്തീർണം ഏതാണോ അത് എഴുതുക. ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, πr² മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. ഒരേപോലുള്ളത് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 12/4 എത്രയാണ്? 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 ആണെന്ന് അറിയാം. 3 × 100 300% എന്ന് ആൻസർ കിട്ടും.